മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ 69-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇറാൻ പറയുന്നത് യു എസ് ഇറാന്റെ ഒരു ടാങ്കർ അറ്റാക്ക് ചെയ്തു എന്നാണ്. ഇതിനുള്ള ഒരു തിരിച്ചടിയായി യു എസിന്റെ നേവി ഷിപ്സിനെ അവർ അറ്റാക്ക് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. കൂടാതെ അവർ യു എയിലേക്ക് ഡ്രോൺസും മിസൈൽസും അയച്ചു. എന്നാൽ യു എ ഈ ഡ്രോൺസിനെയും മിസൈൽസിനെയും എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു. ഫുജേറയിലേക്ക് വന്ന ഫുജേറയിൽ വലിയ ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഏറിയൽ ഇന്റർസെപ്ഷൻസ് മൂലമുണ്ടാകുന്ന ശബ്ദങ്ങളാണെന്ന് ഉള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഏകദേശം 1500 കപ്പലുകളോളം കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലുള്ള വർക്കേഴ്സും ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം ഇതിനെപ്പറ്റി ഈ ഇറാനിൽ ഇപ്പോൾ ഇറാന്റെ ഐലൻഡ്സ് ആയ ബന്ദർ അബ്ബാസിലും ഖെഷം ഐലൻഡിലും ഒക്കെ വലിയ ശബ്ദങ്ങൾ, ലൗഡ് എക്സ്പ്ലോഷൻസ് ഉണ്ടായതായിട്ട് ഈ ഇറാന്റെ തന്നെ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും സീസ് ഫയർ നിലനിൽക്കുന്നുണ്ടെന്നും, പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇപ്പോഴും സീസ് ഫയർ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തട്ട് അതായത് ലവ് ടാപ്പ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ എത്രയും പെട്ടെന്ന് ഒരു ഡീലിൽ എത്തിച്ചേരണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൗസിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡാ സിൽവയുമായി പ്രസിഡന്റ് ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ലൂല ഡാ സിൽവയുമായി പ്രസിഡന്റ് ട്രംപ് അത്ര നല്ല റിലേഷനിൽ ആയിരുന്നില്ല. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുൻ ബ്രസീലിയൻ പ്രസിഡന്റായ ജെയർ ബോൾസനാരോവുമായി പ്രസിഡന്റ് ട്രംപ് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. ജെയർ ബോൾസനാരോയ്ക്കെതിരെ ആയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ നിർത്തിവെക്കാൻ ലൂല ഡാ സിൽവയോട് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ലൂല ഡാ സിൽവയെ ഈവൻ കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചു അത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തി എന്നെല്ലാം ഉൾപ്പെടുന്ന ക്രിമിനൽ കേസസ് ആണ് മുൻ ബ്രസീലിയൻ പ്രസിഡന്റായ ജെയർ ബോൾസനാരോയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നത്. പിന്നീട് അത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ലൂല ഡാ സിൽവയോട് പ്രസിഡന്റ് ട്രംപ് ഈവൻ ഒരു ലെറ്റർ വരെ എഴുതി ഇത്തരത്തിൽ ഈ ജെയർ ബോൾസനാരോയ്ക്കെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ലൂല ഡാ സിൽവ ഇതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ വർഷം ഈ ബ്രസീൽ എന്ന് പറയുന്ന കൺട്രി എന്ന് പറഞ്ഞാൽ യു എസുമായിട്ട് ഒരു ട്രേഡ് സർപ്ലസിൽ ഉള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള കൺട്രീസിനാണ് ടാരിഫ് ചുമത്തിയിരുന്നത്. എന്നാൽ ഈ ട്രേഡ് സർപ്ലസിൽ നിന്ന് ഈ ഒരു ബ്രസീലിന് നേരെയും 50% ടാരിഫ് ചുമത്തി. ഈ ടാരിഫ് ചുമത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലുല ഡാ സിൽവ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പോലെ ഈ ജെയർ ബോൾസനാരോയ്ക്കെതിരെ ഉള്ള ഈ ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നും നിർത്തിവെച്ചില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ഉള്ള ഒരു നടപടി പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ സ്ഥിരമായി ലൂല ഡാ സിൽവ പ്രസിഡന്റ് ട്രംപിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിക്സിന് സ്വന്തമായിട്ടൊരു കറൻസി എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായാൽ അത്തരത്തിലുള്ള കൺട്രീസിനെതിരെ 100% വരെ ടാരിഫ് ചുമത്തും എന്ന രീതിയിൽ പ്രസിഡന്റ് ട്രംപും ഇതിനെതിരെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ആണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ലൂല ഡാ സിൽവയുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത് ഇപ്രകാരമാണ്: Just concluded my meeting with Luiz Inácio Lula da Silva, the very dynamic president of Brazil. We discussed many topics, including trade and specifically tariffs. The meeting went very well. Our representatives are scheduled to get together to discuss certain key elements. Additional meetings will be scheduled over the coming months as necessary. President Donald J. Trump. യുകെയിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. റിഫോം യുകെ എന്ന നൈജൽ ഫാരജിന്റെ പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു റിഫോം യുകെ എന്ന പുതിയ പാർട്ടിയുടെ മികച്ച പ്രകടനമാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെയും ലേബർ പാർട്ടിയുടെയും വോട്ടുകൾ ഇവർക്ക് ലഭിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്.
കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. യുകെയിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും വിലക്കയറ്റവുമാണ് ഇത്തരത്തിൽ ലേബർ പാർട്ടിക്കെതിരായിട്ട് ഒരു ജനവികാരം ഉണ്ടാകാൻ ഇടയായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലേബർ സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന ചില നികുതി നയങ്ങളോടും ഉള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് ഈ ഒരു റിസൾട്ടിൽ കാണുന്നത്. പ്രൈം മിനിസ്റ്ററായ കെയർ സ്റ്റാമർ പറയുന്നത് അദ്ദേഹം രാജിവെക്കില്ല എന്നാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഏർപ്പെടുത്തിയ ഗ്ലോബൽ ടാരിഫായ 10% ഇല്ലീഗലാണെന്ന് ഒരു ഫെഡറൽ കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 122 പ്രകാരമാണ് ഇത് ഇല്ലീഗലാണെന്നാണ് ഫെഡറൽ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്, അതായത് ആഡംബര കപ്പലായ MV ഹോണ്ടിയസ് എന്ന ഒരു കപ്പലിൽ ഹന്ത വൈറസ് എന്ന ഒരു വൈറസ് ബാധിക്കപ്പെട്ട് 3 പേർ മരണമടഞ്ഞു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് ഈ ഒരു കപ്പലിൽ 2 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. WHO പറയുന്നത് COVID-19 പോലെ പകരുന്ന ഒരു പകരുന്ന ഒരു വൈറസ് അല്ല ഈ ഒരു ഹന്ത വൈറസ് എന്ന് പറയുന്ന വൈറസ്. ഈ വൈറസ് പടർന്നു പിടിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പടർന്നു പിടിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ COVID-19 സമയത്തുണ്ടായ പോലെ ഉള്ള ഒരു അവസ്ഥ ഈ ഒരു വൈറസ് കാരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് ഒരിക്കലും ഒരു പാൻഡമിക് ത്രെറ്റ് അല്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ ഉറപ്പു നൽകുന്നത്. വെസ്റ്റ് ബംഗാളിൽ BJP വലിയ വിജയം നേടിയെങ്കിലും മമതാ ബാനർജി റിസൈൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ഗവർണറായ RN രവി അദ്ദേഹം നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു. നാളെയാണ് സുവേന്ദു അധികാരി ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുവേന്ദു അധികാരിയുടെ വളരെ അടുത്ത ക്ലോസ് എയ്ഡായിട്ടുള്ള ചന്ദ്രനാഥ് രഥ് എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വലിയ സംഘർഷാവസ്ഥയിലൂടെയാണ് വെസ്റ്റ് ബംഗാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 117 സീറ്റുകൾ ഇപ്പോൾ വിജയ് നേടിയിരിക്കുകയാണ്. കോൺഗ്രസിന് പുറമെ കോൺഗ്രസിന്റെ 5 സീറ്റുകൾ ഉണ്ട്. അദ്ദേഹത്തിന് 107 സീറ്റുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുണ്ട്. 5 സീറ്റുകൾ കോൺഗ്രസിൻ്റെതും 2 സീറ്റുകൾ CPIയുടെയും 2 സീറ്റുകൾ CPMന്റെയും 2 സീറ്റുകൾ BCKയുടെയുമാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 118 സീറ്റുകൾ ഉണ്ട്. അദ്ദേഹം എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. എന്നാൽ അദ്ദേഹം ആവശ്യമായ സീറ്റുകൾ നേടിയെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ ഇന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഞായറാഴ്ചയോടെ AICC ഇത് അനൗൺസ് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം MLAമാരും KC വേണുഗോപാലിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ VD സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലുടനീളം ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത്.